കഴിഞ്ഞ വർഷമാദ്യം കിലോയ്ക്ക് 250 രൂപയ്ക്ക് ലഭ്യമായിരുന്ന തുരിശ് വില 450 രൂപയായി ഉയർന്നു. റബ്ബർ, കുരുമുളക്, ഏലം തുടങ്ങിയവ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഫംഗസ്, കുമിൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ തയ്യാറാക്കുന്ന ബോഡോ മിശ്രിതത്തിൻ്റെ പ്രധാന ഘടകം തുരിശാണ്. സ്വർണത്തിനും വെള്ളിക്കുമൊപ്പം ചെമ്പിൻ്റെ വിലയും കൂടിയതാണ് തുരിശിൻ്റെ വില ഉയരാൻ കാരണം. മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് തോട്ടങ്ങളിൽ തുരിശ് അടിക്കണം. മരുന്ന് തളിക്കുന്നതിന് ഉപയോഗിക്കുന്ന കോപ്പർ ഓക്സി ക്ലോറൈഡിൻ്റെ വില കിലോയ്ക്ക് 630 രൂപയായിരുന്നത് കിലോയ്ക്ക് 850 രൂപയായി ഉയർന്നു. ചെമ്പ് വില 800 രൂപയിൽ താഴെയായിരുന്നത് 1300 രൂപയിലേക്ക് കൂടി. തുരിശിൻ്റെയും കോപ്പർ ഓക്സി ക്ലോറൈഡിൻ്റെയും വില വൻതോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ റബ്ബർ മരങ്ങളിൽ മരുന്ന് തളിക്കുന്നതിനുള്ള ചിലവ് ഉയർന്നു. കഴിഞ്ഞ വർഷം ഒരു ഹെക്ടറിൽ മരുന്ന് തളിക്കുന്നതിന് 10,000 രൂപയായിരുന്നു ചെലവ്. ഇപ്പോൾ 15,000-ന് മുകളിലെത്തി. ഒരു ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ മരുന്ന് തളിക്കുന്നതിന് റബ്ബർ ബോർഡ് സബ്സിഡിയായി നൽകുന്നത് 4,000 രൂപ മാത്രമാണ്. 1 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിന് കിലോയ്ക്ക് 250 രൂപ വരെ ചെലവ് വരുമ്പോൾ 200 രൂപയാണ് ലഭിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം റബ്ബർ ടാപ്പിംഗ് ദിവസങ്ങൾ കുറഞ്ഞു. വേനലിൽ ഇലപൊഴിച്ചൽ മൂലം ടാപ്പിംഗ് ഏതാണ്ട് നിലച്ചു. റബ്ബർ ഉൽപ്പാദനം വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സർക്കാർ സഹായമില്ലാതെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. റബ്ബർ വില വരും ദിവസങ്ങളിൽ 250 രൂപയിൽ എത്തുന്ന പ്രതീക്ഷയിൽ അവസാനിക്കുന്നു. താങ്ക് യു.